ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഓണസദ്യയിലെ അടുത്ത വിഭവമായ രസമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഫസ്റ്റ് പാർട്ട് ഓഫ് രസം അതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ളത് വെളുത്തുള്ളി, ഉള്ളി, ഉലുവ, ജീരകം, പിന്നെ കുരുമുളക്. ഈ സാധനം നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്ര ഉലുവ വേണ്ട, ഇതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുരുമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇനി ചതച്ചതൊക്കെ നമുക്ക് ഒരു ഇതിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളെ പുളിക്ക് ആവശ്യമുള്ള തക്കാളി, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് ഇത്. നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ തക്കാളി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പുളി. നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇനി ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം പിഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ രസം വേണ്ടത് അതിനനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം. ഇനി അടുത്തത് നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യാണ്. ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മൾ രസം അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. നല്ല തിളയ്ക്കാനും പാടില്ല. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുള്ള പൊടിക്കായല്ല. അപ്പോൾ നമ്മൾ പാൻ ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് ഒരു കായം ഇട്ട് കൊടുക്കാം. അപ്പോൾ കായം ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കായം എടുത്തിട്ട് നമുക്ക് ഈ രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രസം ഓഫാക്കുക. അതിന് ശേഷം നമുക്ക് വറവും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ ഓൾറെഡി നമ്മൾ അതിലേക്ക് ഇട്ടുകൊണ്ട് ഇതിലേക്ക് കരിവേപ്പില വീണ്ടും ഇടുന്നില്ല. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇതൊന്ന് വറവിടാം. ഇനി ഗ്യാസ് ഓഫാക്കിയ ശേഷം നമുക്കിത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ രസവും റെഡി ആയിട്ടുണ്ട്. ഓണ സീരീസിലെ അടുത്ത വിഭവമായ രസവും തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തൊരു വിഭവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെ ഓക്കെ ദെൻ ബൈ.